ക്രിസ്തു വിശ്വാസിയായ ഒരു വ്യക്തി വിളിക്കപ്പെട്ടിരിക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ്. ഇന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലെ വചനഭാഗങ്ങളിൽ ഈശോ ജനത്തിന് പ്രബോധനം നൽകി, രോഗശാന്തി നൽകി, പൈശാചിക ബന്ധനത്തിലായിരുന്നവരെ മോചിപ്പിച്ച് കടന്നുപോകുന്ന ഒരു വലിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ന് വചനം പറയുന്നത് ഈശോ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു, ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ. അപ്പോഴാണ് 2 വള്ളങ്ങൾ കരയോട് ചേർന്ന് കിടക്കുന്നതും മീൻപിടുത്തക്കാർ വള്ളത്തിൽ നിന്ന് ഇറങ്ങി വല വൃത്തിയാക്കുന്നതും ഈശോ കണ്ടത്. അതിലൊന്ന് ശിമയോന്റെ വള്ളമായിരുന്നു. ഈശോ അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ പറയുന്നു. ആ വള്ളത്തിലിരുന്ന് ഈശോ ജനത്തെ പഠിപ്പിച്ചു. അതിനുശേഷം പിന്നെ ഈശോ ശിമയോനും പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ ഈശോയോട് പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടു, ഒരു മീൻ പോലും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറങ്ങി. ശിമയോൻ അങ്ങനെ പറയാൻ ഉള്ള കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈശോയുടെ എല്ലാ അത്ഭുത പ്രവൃത്തികളും, അതിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടതും അതിൻ്റെ ഗുണം അനുഭവിച്ച ഒരു വ്യക്തിയുമായിരുന്നു ശിമയോൻ. അല്ലെങ്കിൽ ഒരിക്കലും ശിമയോൻ അങ്ങനെ പറയില്ല. കാരണം കടലിനെ അത്രമാത്രം നന്നായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ശിമയോൻ. എന്നാൽ ഈശോ ആകട്ടെ ഒരു മരപ്പണിക്കാരൻ്റെ മകൻ, കടലിനെ പറ്റി ഒരു ഗ്രാഹ്യവുമില്ലാത്ത. ശിമയോനും കൂട്ടുകാരും ഈ പ്രഭാതത്തിൽ വളരെയേറെ നിരാശയോടെ നിൽക്കുന്ന അവസ്ഥ. പകലൊന്ന് വിശ്രമിച്ച് വീണ്ടും വള്ളവും വലയും എടുത്ത് രാത്രിയുടെ യാമങ്ങളിൽ വീണ്ടും കടലിലേക്ക് പോകാമെന്ന പ്രതീക്ഷയോടെ നിൽക്കുന്ന ശിമയോൻ. അവന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന വലിയ ബോധ്യം ശിമയോൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പ്രതീക്ഷയോടെ അപ്പോൾ തന്നെ വചനം പറയുന്നത്, വല കീറുമാറ് പെരുത്ത മീൻകൂട്ടം അവർക്ക് കിട്ടി. വല വലിച്ചു കയറ്റാൻ അടുത്തുള്ള മറ്റു വള്ളക്കാരെ കൂടി അവർക്ക് വിളിക്കേണ്ടി വന്നു. ശിമയോൻ പത്രോസും കൂട്ടുകാരും വീണ്ടും വളരെ അത്ഭുതപ്പെട്ടുപോയി ഈ കാഴ്ചയൊക്കെ കണ്ടു. കാരണം അവര് നിസ്സഹായരായിട്ട് നിരാശയോടെ നിന്നവരാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു മാറ്റം. ഈശോ ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. അവർ വേഗം വെള്ളം കരക്കടുപ്പിച്ച് വെള്ളവും വലയും ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുക. ഈശോ എന്താണ് ശിഷ്യന്മാരായി ഇവരെയൊക്കെ കൂടെ കൂട്ടിയത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിലായി. ഈ ചിന്ത എൻ്റെ ഒരു മത്സ്യബന്ധനം കുലത്തൊഴിലാക്കിയ ഒരു കൂട്ടുകാരനുമായി പങ്കുവയ്ക്കുകയും എൻ്റെ കുറേ ചോദ്യങ്ങൾ അവൻ്റെ മുന്നിൽ വയ്ക്കുകയും ചെയ്തു. അവൻ വളരെ സിമ്പിളായി അതിന് നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു, ബ്രോ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ കുറച്ചു പേർ ചേർന്ന് രാത്രിയിൽ കടലിൽ പോകും. കടൽ പ്രക്ഷുബ്ധമാകാം, കാറ്റടിക്കാം, ജീവൻ തന്നെ നഷ്ടപ്പെടാം, മീനൊന്നും കിട്ടാതെ തിരികെ വന്നെന്ന് വരാം. ഈ പ്രതികൂലങ്ങളെല്ലാം മുന്നേ കണ്ടുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടാണ് ഞങ്ങൾ കടലിൽ പോകുന്നത്. തിരികെ വന്ന് കുടുംബത്തിലുള്ളവരെയും കരക്കാരെയും വീണ്ടും കാണാമെന്നും നാളെ വീണ്ടും കടലിൽ പോയി മീൻ പിടിക്കാമെന്നും അങ്ങനെ ഞങ്ങളുടെ അധ്വാന ഫലം കൊണ്ട് സന്തോഷമായി ജീവിക്കാം എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അതുകൊണ്ടായിരിക്കാം ഈശോ മീൻപിടുത്തക്കാരെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. ഈശോയുടെ ശിഷ്യന്മാരാകാൻ വിളിക്കപ്പെട്ട നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടവരാണ്. പക്ഷേ അതിലും അപ്പുറം ഈശോ എന്ന വലിയ പ്രതീക്ഷയോടെ സകല പ്രതീക്ഷകളും ഈശോയിൽ അർപ്പിച്ച് ഈശോയ്ക്ക് വേണ്ടി
ഇറങ്ങിത്തിരിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ ഇറങ്ങി വന്ന് വിളിക്കുന്നവൻ്റെ കൂടെ വലിയ പ്രതീക്ഷയോടുകൂടെ നമുക്കും പിൻചെല്ലാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം. നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ